മെറ്റീരിയൽസും പിന്നെ ഡ്രസ്സുകളും ഉള്ളതെന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അത് കാണുമ്പോൾ തന്നെ ഒരു നല്ല സ്റ്റൈലായിട്ടാണ് ഇത് ഒരുക്കുന്നത്. കാണുമ്പോൾ തന്നെ നമുക്ക് മേടിക്കാം. പിന്നെ കുറേ സ്റ്റാർച്ച് നമുക്ക് തന്നെ സ്റ്റാർച്ച് ചെയ്യാനുള്ള രീതിയിൽ പിന്നെ കസവ് മുണ്ടുകൾ അങ്ങനെ കുറേ വെറൈറ്റീസുകളാണ് ഇവിടെ. ഗെയ്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് രാംരാജിൻ്റെ ഷോറൂമിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ രാംരാജിൽ ഏതൊക്കെ തരങ്ങൾ വെറൈറ്റീസുകളാണ് ഉള്ളത്, ഏതൊക്കെ മെറ്റീരിയൽസും പിന്നെ ഡ്രസ്സുകളും ഉള്ളതെന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ആദ്യമേ നമ്മുടെ ഷോറൂം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക രീതിയിലാണ് ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ആദ്യം ഇവിടെ കയറുമ്പോഴേ നമുക്ക് ടവൽസാണ് കൂടുതലും ഷോക്കേസിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ ഒരു നല്ല സ്റ്റൈലായിട്ടാണ് ഇത് ഒരുക്കി വെച്ചത്. കാണുമ്പോൾ തന്നെ നമുക്ക് മേടിക്കാനുള്ള ഒരു ഇംപ്രസ് ഉണ്ടാകുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ സിംഗിൾ മുണ്ട് വൈറ്റ് പിന്നെ കോടി കളർ അങ്ങനെ കുറേ മുണ്ടുകളാണ് നമുക്ക് ഇഷ്ടമുള്ള വെറൈറ്റീസ് മുണ്ടുകളാണ് ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ കുറേ സ്റ്റാർച്ച് നമുക്ക് തന്നെ സ്റ്റാർച്ച് ചെയ്യാനുള്ള രീതിയിൽ സ്റ്റാർച്ച് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് വൈറ്റ് മുണ്ട് വൈറ്റ് ഷർട്ടിനുള്ളത് സ്റ്റാർച്ച് നമുക്ക് തന്നെ ചെയ്യാൻ സാധിക്കും. അത്ര കുറേ വെറൈറ്റീസുകളാണ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പുറത്താണെങ്കിൽ കോടി കളർ മുണ്ട് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതിലെ തന്നെ സിൽവർ കറയുള്ള മുണ്ടുകളും പിന്നെ കസവ് മുണ്ടുകളും അങ്ങനെ കുറേ വെറൈറ്റീസുകളാണ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള കറകളും മുണ്ടുകളും ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ വെറൈറ്റീസ് ഷർട്ട് മെറ്റീരിയൽസ് നമുക്ക് ഇവിടെ കുറേ കളേഴ്സും ഉണ്ട്. പിന്നെ പ്യൂർ വൈറ്റ് മെറ്റീരിയലും ഇവിടെ കുറേ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഷർട്ടിലാന്ന് പറയുമ്പോൾ നമുക്ക് ലിനൻ ഷർട്ടുകൾ പിന്നെ ഷാർട്ട് ഷർട്ടുകൾ കുറേ വെറൈറ്റീസ് ഷർട്ടുകൾ പിന്നെ കളേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക കളറുകളും പിന്നെ കളർഫുള്ളാണ്, കംപ്ലീറ്റ് കളർഫുള്ളാണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് ജസ്റ്റ് കാണാൻ പറ്റും. ഇപ്പം മെറ്റീരിയൽസ് ഏതൊക്കെ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യമേ നമുക്ക് ലിലൻ നോക്കാം. ലിലന് പ്യൂർ ലിലനാണ്. പ്യൂർ ലിലൻ സ്റ്റിക്കർ പോലും പൊട്ടിക്കാത്ത ലിലൻ, പ്യൂർ ലിലൻ. ഇത് ഒരു ഓഫ് വൈറ്റ് ആണ്, ക്രീം കൂടിയ ഒരു ലിലൻ മെറ്റീരിയലാണ്. ഇത് കാണുമ്പോൾ തന്നെ ഒരു സ്റ്റൈലായിട്ടുണ്ട്. ഇങ്ങനെ അടിധൂൾ മെറ്റീരിയലാണ്, പ്യൂർ ലിലൻ, 100% ലിലനാണ്. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 1425 പെർ മീറ്ററാണ്. 1425 പ്യൂർ ലിലനാണ്, പ്യൂർ ലിലൻ. ഇത് കാണുമ്പോൾ തന്നെ നല്ല ഒരു പ്രത്യേക രീതിയിലാണ്. ഇത് ഇടുമ്പോൾ ഒരു നല്ലൊരു ഫീലുണ്ട്. ഇത് ഇടുമ്പോൾ ഒരു തണുപ്പ് കൂടിയ പ്യൂർ ലിലൻ മെറ്റീരിയലാണ്. പ്യൂർ വൈറ്റ് മെറ്റീരിയൽ ജസ്റ്റ് നോക്ക്. ഇത് പ്യൂർ ലിലനാണ്. ഇത് പ്യൂർ വൈറ്റ് ആണ്. പ്യൂർ ലിലൻ പ്യൂർ വൈറ്റ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 895 895 പെർ മീറ്ററാണ്. നെക്സ്റ്റ് നമുക്ക് ലിലൻ തന്നെയാണ്, പ്യൂർ ലിലൻ തന്നെയാണ്. അതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഒരു നല്ല നൈസ് മെറ്റീരിയലാണ്. ഇടുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഫീൽ ഉണ്ടാവും. നമ്മൾ ദേഹത്ത് കിടക്കുന്നതായിട്ട് തന്നെ തോന്നില്ല, അത്രയ്ക്ക് ഒരു ഫീലാണ്. പ്യൂർ ലിലൻ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 960. നെക്സ്റ്റ് നമുക്ക് ലിലൻ തന്നെയാണ്, അതും ഒരു പ്യൂർ ലിലൻ തന്നെയാണ്, വൈറ്റ്. ഇതും വൈറ്റ് തന്നെയാണ്. ഇത് 100% ലിലനാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 1995 1995 പെർ മീറ്ററാണ്. ഇതും ലിലനാണ്. ഇതും 100% പ്യൂർ ലിലനാണ്. ഇതും ഒരു പ്രത്യേക ഒരു സ്റ്റൈലാണ് ഇത് ഈ മെറ്റീരിയൽ ഒരു പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു സ്റ്റൈലാണ്. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 2295 ആണ്, 2295. പ്യൂർ ലിലനാണ്, പ്യൂർ ലിലൻ. ഇത് കാണുമ്പോൾ തന്നെ ഒരു കൊതി വരുന്നത്, ഇത് ഇടണമെന്ന് പറഞ്ഞ ഒരു കൊതി വരും. ആ രീതിയിലാണ് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്.